ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസകളൊക്കെ നേർന്നുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചന്ദ്രമതിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് രണ്ട് പാവപ്പെട്ട ഒരു അച്ഛനും അമ്മയും കാണുമ്പോൾ അവർക്ക് രേവതി ഭക്ഷണം കൊടുക്കുകയാണ് ചന്ദ്രയ്ക്ക് കൊണ്ടുപോയത്. എന്നിട്ട് ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ ബിരിയാണിയാണ് മേടിച്ചു കൊണ്ട് കൊടുക്കുന്നത്. ബിരിയാണി കഴിച്ചിട്ട് വന്ന ചന്ദ്രയ്ക്കാണെങ്കിൽ നെഞ്ചെരിഞ്ഞിട്ട് മൊത്തത്തിൽ അസ്വസ്ഥത. അതിനെക്കുറിച്ച് പറയുന്ന സമയത്താണ് രേവതി ഈ കാര്യം ചെയ്തു എന്നുള്ളത് എല്ലാവരും അറിയുന്നത്. പതിവ് പോലെ തന്നെ രേവതി എന്ത് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ചന്ദ്രമതിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അതിന് ചന്ദ്ര രേവതിയെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചെയ്തത് വലിയൊരു തെറ്റാണെന്ന മട്ടിലൊക്കെ. പക്ഷെ എന്നാ സച്ചി നെഞ്ചു നിവർത്തി പറയും, എന്റെ ഭാര്യ ചെയ്തത് ഒരു പുണ്യകർമ്മമാണ് എന്നുള്ള കാര്യം. കണ്ടതൊക്കെ മേടിച്ചു തന്നിട്ട് എനിക്ക് ദോഷം വരുത്താൻ വേണ്ടിയിട്ടല്ലേ ഇവള് ശ്രമിക്കുന്നതെന്ന് ചന്ദ്രയുടെ സംസാരം കേൾക്കുമ്പോൾ, നിന്റെ മനസ്സ് നല്ലതാണെന്നുണ്ടെങ്കിൽ നീ എന്ത് കഴിച്ചു കഴിഞ്ഞാലും നിന്റെ ശരീരത്തിൽ പിടിക്കും. പക്ഷേ നിന്റെ ഇപ്പോഴത്തെ വർത്താനുണ്ടല്ലോ, ഈ സംസാരത്തിന് നിന്റെ ശരീരത്തിന് ഇങ്ങനെ സംഭവിക്കാതെ പിന്നെ വേറെ എന്താ ചന്ദ്രയെ സംഭവിക്കുക? രവി പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ ശപിക്കുന്നത് പോലെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണെ. ഒരാൾ വിശന്നിരിക്കുന്നത് കണ്ടിട്ടും അത് കാണാതെ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാതെ തിരികെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നമുക്കൊരു ശാപമായിട്ട് മാറുമായിരുന്നു. വിശപ്പാണ് നമുക്ക് ഏറ്റവും വലിയ വേദന. അങ്ങനെയുള്ള വിശപ്പിനെ പോക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതെല്ലാം വളരെ കറക്റ്റ് ആണ്. അത് മാത്രമല്ല, നമ്മുടെ സച്ചി ഒരു ഫ്രേസും കൂടി പറയുന്നുണ്ട്, ഉദ്ദേശിക്കുന്നത് ലോകത്തിൽ ഒരാൾക്ക് തന്നെ ഭക്ഷണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ലോകം നശിക്കുന്നത് പോലെയാണ്. അങ്ങനെ എന്തോ രീതിയിലാണ് കേട്ടോ പറയുന്നത്. അത് ഒരു വലിയൊരു മനുഷ്യൻ പറഞ്ഞ വാക്കുകളാണ് സച്ചി പറയുന്നത്. ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സച്ചി നിനക്ക് ഇതൊക്കെ അറിയോ എന്ന്. ഹലോ, ഞാനും സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. ഈ ലോകം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഭാര്യ 2 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. തുടർന്ന് രവിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയെന്ന് വിളിച്ചിട്ട് വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യമായിട്ടുള്ള കാര്യം. അത് എന്തിനാണ് എന്റെ വീട്ടിലെ ഭക്ഷണം കൊടുക്കുന്നതെന്നുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നതെന്നാണ് കേട്ടോ ചന്ദ്രയുടെ ചോദ്യം. ഈ വീട്ടില് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവര് സമ്പാദിച്ചിട്ട് പണം തരുന്നുണ്ടല്ലോ, അപ്പോ ഈ വീട്ടിലെ ഭക്ഷണത്തിന് അവർക്കും അധികാരമുണ്ട്. അതുകൊണ്ട് അവർ കൊടുത്തു. നമ്മുടെ മരുമകള് 2 പേരുടെ വിശപ്പാണ് അടക്കിയിരിക്കുന്നത്. അതിന്റെ പുണ്യം നമ്മുടെ കുടുംബത്തിന് തന്നെയല്ലേ ചന്ദ്രയെ വന്നു ചേരുന്നത്. അത് നിനക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിലും ഒരിക്കലും തരം താഴ്ത്തി സംസാരിക്കാൻ വേണ്ടി നിൽക്കരുത് എന്നുള്ള കാര്യം ചന്ദ്രയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് കേട്ടോ രവി. അച്ഛൻ അവരുടെ കാര്യം വിട്ടേക്ക്. രേവതി, നീ ചെയ്ത കാര്യത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് എത്ര വലിയ കാര്യമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഞാൻ ഇപ്പൊ വരാ എന്ന് പറഞ്ഞ് സച്ചി പോവാണ് അവിടുന്ന്. പോയി എടുത്തോണ്ട് വരുന്നത് വേറൊന്നുമല്ല, ഉപ്പാണ്. ദൃഷ്ടി മാറണല്ലോ, അതിനു വേണ്ടിയിട്ട് രേവതിയെ ഒഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കൊണ്ടുവരുന്നത്. അച്ഛന്റെ അടുത്ത് കിഴക്ക് ഏതാന്നുള്ള കാര്യം ചോദിച്ചതിന് ശേഷം രേവതിയെ അങ്ങോട്ട് തിരിഞ്ഞു നിർത്തിയിട്ട് കയ്യിൽ ഉപ്പുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ചുറ്റുന്നുണ്ട്. എന്നിട്ട് അവസാനം തുപ്പാൻ വേണ്ടി പറയാണ്. 3 പ്രാവശ്യം രേവതി തുപ്പുന്നുണ്ട്. രേവതിയുടെ അടുത്ത് പോയിട്ട് മുഖം കഴുകാൻ വേണ്ടി പറയാണ്. സച്ചിയാണെങ്കിൽ അത് പുറത്ത് കൊണ്ടുപോയിട്ട് കളയാൻ വേണ്ടി പോവാണ്. പക്ഷെ ഇതെല്ലാം കണ്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, തുപ്പ് അധികം വൈകാതെ ഈ ലോകം തന്നെ കാർക്കിച്ച് തുപ്പാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ബാഗ് എടുത്തിട്ട് അങ്ങ് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ ചന്ദ്ര. അന്നേ ദിവസം രാത്രിയിലാണ് കാണിക്കുന്നത്. ശ്രുതിയും ഉറങ്ങാൻ വേണ്ടി കിടന്നു. ശ്രുതി ഉറങ്ങുവാണ്. ശ്രുതി പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവന് ഷോറൂമിലേക്ക് ഒരാളൊരു കത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്ത് വായിക്കുകയാണ്. വീണ്ടും നിന്റെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി പോകുന്ന സംഭവം, നിന്റെ അമ്മയ്ക്ക് അറ്റാക്ക് വരും, നിന്റെ അനിയെ കൊലപാതകയാകും, നീയാണെങ്കിൽ കൊല ചെയ്യപ്പെടും. അത്രയും നേരം ഇതിനെ കുറിച്ചിട്ട് ആരടുത്തും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആരടുത്തായിരിക്കും പറയാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ശ്രുതിയുടെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലോ, ശ്രുതിയാണെങ്കിൽ നല്ല ഉറക്കമാണല്ലോ, ഇപ്പോ എഴുന്നേൽപ്പിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കുന്നുണ്ട്. എന്തായാലും വേണ്ട, എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് ചീത്ത വിളിക്കും. അമ്മയെ വിളിക്കാ എന്ന് വിചാരിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ടെറസിലേക്ക് പോവുകയാണേ. ടെറസിൽ ചെന്നതിന് ശേഷം അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ചന്ദ്രയുടെ ഫോൺ അടിയുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രയുടെ അടുത്ത് രവി പറയുന്നുണ്ട്, ചന്ദ്ര ആ അലാറം ഓഫ് ചെയ്യുന്നു. ഈ രവിയേട്ടന്റെ ഒരു കാര്യം, അലാറം അടിക്കുന്നതില്ല, ഫോണിന്റെ റിങ് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര കോൾ അറ്റൻഡ് ചെയ്യണേ. ശ്രുതിയുടെ കോളാണെന്ന് കാണുമ്പോൾ തന്നെ ഇവന് ഈ അർദ്ധരാത്രി എന്റെ ജീവൻ എടുക്കാൻ വേണ്ടി വിളിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് പ്രാഗ്യം കൊണ്ടാണ് ഫോൺ എടുക്കുന്നത്. എടുത്തിട്ട് എന്താടാ വേണ്ടതെന്ന് ചോദിക്കുകയാണേ. അമ്മേ, എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. എടാ, ഇത്ര നേരം ഞാൻ പുറത്തുണ്ടായിരുന്നല്ലോ, ഇപ്പൊ എനിക്ക് ഉറക്കം പിടിച്ചു വന്നതുള്ളൂ. അപ്പോഴാണ് അവന്റെ ഒരു കാര്യം. അമ്മ, എനിക്ക് ഉറക്കം വരാത്തത് കൊണ്ടാണ് അമ്മ പുറത്തേക്ക് വാ എന്ന് പറയുന്നുണ്ട്. എടാ, പുറത്ത് സച്ചിൻ രേവതിയും ഇല്ലേ? അമ്മ ടെറസിലേക്ക് വാ എന്ന് പറയുന്നുണ്ട്. ഓ ശരി എന്ന് പറഞ്ഞിട്ട് രാഗി കൊണ്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത്. ടെറസിലേക്ക് വരുമ്പോ തന്നെ അമ്മ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചുകൊണ്ട് അങ്ങ് വലിച്ചു പോവാണ് കേട്ടോ. എന്റെ കൈ വിടറാ, എന്താണെന്നുണ്ടെങ്കിലും എന്റെ ഉറക്കം കെടുത്താനുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നീ പറയാൻ വേണ്ടി പോകുന്നത്. അത് കേട്ടിട്ട് അമ്മന്ന് തന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താടാ? അമ്മേ, ഞാൻ അമ്മയുടെ അടുത്ത് ഇതിനു മുമ്പ് ഒരു ലെറ്റർ വന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ടാണല്ലോ നീ ഓരോ കളർ മാറ്റി മാറ്റി ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുന്നത്.
അമ്മേ ഇന്നും ഒരുത്തൻ എനിക്ക് ലെറ്റർ കൊണ്ടു തന്നു. ആ ലെറ്റർ കാണിക്കുമ്പോൾ തന്നെ അതങ്ങ് കൈകൊണ്ട് തട്ടിയിട്ട് എടാ പോസ്റ്റ്മാൻ ആണല്ലോ എല്ലാവർക്കും ലെറ്റർ കൊണ്ട് കൊടുക്കുന്നത്, എന്നാ നിനക്ക് മാത്രം എന്താടാ പോകുന്നവരും വരുന്നവരൊക്കെ ലെറ്റർ കൊണ്ട് തരുന്നത്? അമ്മേ ഞാൻ തന്നെ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. എന്താടാ വല്ല പ്രശ്നം വരുമെന്ന് എഴുതിയിട്ടുണ്ടോ? എന്താ പ്രശ്നം വരുന്നെന്നുള്ള കാര്യം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, അമ്മ തന്നെ വായിച്ചു നോക്ക്. അത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് വായിക്കുവാണ്. അത് വായിച്ച ഉടനെ തന്നെ ചന്ദ്രയുടെ കയ്യിൽ നിന്നും ആ കടലാസ് താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ലൈൻ വായിച്ചപ്പോ തന്നെ വിക്കറ്റ് പോയി എന്നാണല്ലോ തോന്നുന്നു പറഞ്ഞിട്ട് ആ പേപ്പർ എടുക്കുവാണ് കേട്ടോ സുധി. അമ്മയെന്ന് പറഞ്ഞു വിളിക്കുമ്പോ എന്താടാ ഇതൊക്കെ എന്ന് ചോദിക്കാണ് കേട്ടോ ടെൻഷനോട് കൂടിയിട്ട് ചന്ദ്ര. അമ്മ മറ്റു 2 ലൈനും കൂടി വായിച്ചു നോക്കിയെന്ന് പറഞ്ഞിട്ട് അതും കൂടി വായിപ്പിക്കുകയാണ്. നിന്റെ അനിയൻ കൊലപാതകയാകും, നീ കൊല ചെയ്യപ്പെടും. അതും കൂടി വായിച്ചപ്പോഴത്തേക്ക് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എന്താടാ ഇതൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അമ്മ എന്ത് ചെയ്യാനാണ്, ഇതിനകത്ത് ഞാൻ മരിച്ചു പോകുന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്. എടാ അതിനകത്ത് ഞാനും മരിക്കുന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്, നിനക്കത് അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല അല്ലേ? അമ്മേ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആരെങ്കിലും നിന്നെ ചുമ്മാ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് എഴുതി വെച്ചതായിരിക്കും. അമ്മേ എനിക്കെന്തോ ഇത് നടക്കുന്നുള്ള കാര്യം തോന്നുന്നു. അതെങ്ങനെയാണ് നടക്കുന്നത്? ഒരുപക്ഷെ നടന്നാലോ? ഒരു കള്ളം വരികയാണെന്ന് വിചാരിച്ചോ. കള്ളം വന്നിട്ട് കക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അച്ഛൻ തടഞ്ഞു നിർത്തുന്നു. അച്ഛനെയാണെന്നുണ്ടെങ്കിൽ ആ കള്ളൻ കത്തി വെച്ചിട്ട് കുത്തി കൊല്ലുന്നു. ഇത് കണ്ടിട്ട് അമ്മയ്ക്ക് അറ്റാക്ക് വരുന്നു. ഇത് തിരിച്ചറിഞ്ഞ് സച്ചിയാണെന്നുണ്ടെങ്കിൽ കള്ളനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓടുകയും സച്ചിയുടെ അടുത്ത് നിന്നും ആ കള്ളൻ രക്ഷപ്പെട്ടു പോകുന്നു. അതേസമയമാണ് ശ്രുതി താഴേക്ക് ഇറങ്ങി വരുന്നത്. ആ കള്ളനാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ താഴേക്ക് തള്ളിയിടുന്നു. ടെറസിൽ നിന്ന് വീണ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ തലയടിച്ച് വീണിട്ട് അവിടെ വീണ് മരിക്കുന്നു. സച്ചി ആ കള്ളനെ വെട്ടിക്കൊന്നിട്ട് കൊലയാളിയായിട്ട് മാറുന്നു. ശ്രുതി പോയ വിഷമത്തില് ഞാനാണെന്നുണ്ടെങ്കിൽ സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നു. ശ്രുതിയുടെ ആ കഥ കേൾക്കുമ്പോഴേക്ക് ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നല്ലോണം കൊടുക്കുന്നുണ്ട്. എവിടുന്നാടാ നിനക്ക് ഇങ്ങനത്തെ കഥയൊക്കെ പറയാൻ വേണ്ടി തോന്നുന്നത്? നീ വെറും ഒരു പഠിച്ച് പൊട്ടനാണടാ. നിന്റെ ഓരോ കഥകള്, നീ പറയുന്ന കഥ കേട്ടിട്ട് എന്റെ കൈയും കാലമൊക്കെ വിറയ്ക്കുവാണ്. നിനക്ക് എവിടുന്നാടാ ഇങ്ങനത്തെ കഥയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്? നിന്റെ വായിൽ ഒരിക്കലും നല്ലതൊന്നും വരില്ലേടാ. അമ്മേ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. എടാ നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെയാടാ കള്ളം വരുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അമ്മേ ആ ലെറ്റർ തന്നത് ആരാന്നുള്ള കാര്യം നോക്കിയിട്ട് ഞാൻ അവന്റെ പുറകെ പോയപ്പോഴാണ് അവനൊരു കള്ളനാണെന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത്. അവനൊരു പക്ഷേ എന്നെ തേടിയിട്ട് വീട്ടിലേക്ക് വന്നാലോ? അപ്പോഴേക്കും ടെറസിൽ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എടാ നീ പറഞ്ഞതുപോലെ തന്നെ കള്ളം വന്നോ എന്ന് ചോദിക്കാണ് കേട്ടോ ചന്ദ്ര. സുധിയും അമ്മയും പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുവാണേ. എടാ വല്ല കള്ളനെയും ആണെന്നുണ്ടെങ്കിൽ ആ കല്ലെടുത്തിട്ട് വിരട്ടി ഓടിക്കടാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സുധി അങ്ങ് തള്ളിടുമ്പോഴേക്കും അയ്യോ അമ്മേ എനിക്ക് പേടിയാവുന്നേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ കൈ തന്നെ തൂങ്ങി നിൽക്കുവാണേ. പക്ഷെ അങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത് ശ്രുതിയാണ്. ഓ ശ്രുതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ സുധി. നിങ്ങൾ 2 പേരും കൂടി ചേർന്നിട്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഉറക്കം വരുന്നില്ല ശ്രുതി എന്ന് സുധി പറയുമ്പോ എന്താ കാര്യം എന്ന് അന്വേഷിക്കുന്നുണ്ട്. അന്നത്തെ പോലെ തന്നെ വേറൊരു ലെറ്റർ ഒരുത്തൻ തന്നിട്ട് പോയിരിക്കുന്നു, നീ ഇത് വായിച്ചു നോക്കിയെന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. അത് വായിച്ച ഉടനെ തന്നെ നോൺസെൻസ്, എന്താണ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. അത് തന്നെയാണ് ശ്രുതി എനിക്കും ഭയം തോന്നുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ നടന്നാലോ? അങ്ങനെയൊന്നും നടക്കില്ല. ഈ ലെറ്റർ തന്ന സമയത്ത് തന്നെ അവനെ പിടികൂടണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവനെ പിടിക്കാൻ വേണ്ടി ഞാൻ നോക്കി, പക്ഷെ അവൻ ജസ്റ്റ് മിസ്സായിപ്പോയി. ഞാൻ അവനെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് അവനൊരു മോഷ്ടാവാണ് എന്നും അവൻ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോകുന്നുണ്ട്. 2 ദിവസം മുമ്പാണ് അവൻ റിലീസായിട്ട് പുറത്തേക്ക് വന്നത്. ഞാൻ അവനെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് അങ്ങനെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ജയിലിലോ എന്നുള്ള കാര്യം ജയിലിലാണെന്നുള്ള കാര്യം കേട്ടപ്പോൾ തന്നെ ശ്രുതിയുടെ മനസ്സിലേക്ക് നവീനെ കുറിച്ചിട്ടാണ് കേട്ടോ ഓർമ്മ വന്നത്. ഉറപ്പായിട്ടും ഇത് അവന്റെ പണി തന്നെയായിരിക്കും. എടാ സുധി ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഇത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. ആന്റി പോലീസ് ഒന്നും വേണ്ട, ഇതൊന്നും ഒരിക്കലും ശരിയായിട്ട് വരില്ല. ആരെങ്കിലും ചിലപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. ഇത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലും അതുപോലെ തന്നെ കടയിലൊക്കെ പോലീസുകാർ വരും. അതത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ശ്രുതി നമ്മുടെ കടയ്ക്ക് വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റിയെ വെക്കും, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആളെ. അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രയും പറയുന്നുണ്ട് അത് കറക്റ്റ് തന്നെ ആയിരിക്കും. അങ്ങനെ ഒരാളെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും വരില്ല. ശരി, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നാളെ നോക്കാം, ഇപ്പൊ പോയിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. അങ്ങനെ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവുകയാണേ. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എന്റെ ഉറക്കം കെടുത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ ലെറ്റർ വായിച്ചിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ടെറസില്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നത് സച്ചി ലക്ഷ്മിയുമായിട്ട് സംസാരിക്കുകയാണ്. സച്ചിയുടെ അടുത്ത് ജോലിക്ക് പോകാനായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ലതാ പോവാൻ വേണ്ടിട്ട് ഇറങ്ങുകയാണ്, ഞാൻ രേവതിക്ക് കൊടുക്കാം. രേവതി ഇതാ അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രേവതിയെ വിളിക്കുവാണ്. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള കാര്യം അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കൊടുക്കുന്നത്. ആ ഫോൺ ഓഫാണ്, ഞാൻ ചാർജിൽ ഇട്ടതേ ഉള്ളൂ, അമ്മ പറ എന്ന് പറഞ്ഞ് ഫോൺ മേടിക്കുന്നുണ്ട് സച്ചിയുടെ കയ്യിൽ നിന്ന്.
രേവതി ഇതിന്റെ ഫോണിന് എന്താ പറ്റിയെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ അമ്മ അത് ഓഫായിന്നാ തോന്നുന്നത്, ഞാൻ ചാർജിൽ ഇട്ടിട്ടില്ലായിരുന്നു. ഇന്നലെ തന്നെ നീ വരാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്താ വരാണ്ടിരുന്നത്? അത് അമ്മയെ പൂ കെട്ടാൻ വേണ്ടി പോയിട്ട് വരുന്ന സമയത്ത് ലേറ്റ് ആയി പോയി. എന്തായാലും അമ്മയെ ഞാൻ ഇന്ന് വരാം. അമ്മ കടയിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയോ? ഇല്ലടി, ഇതാ പൂവൊക്കെ കെട്ടിയപ്പോ റെഡി ആയതേ ഉള്ളൂ, ഞാൻ ഇനി ഇറങ്ങാൻ വേണ്ടി പോവാണ്. ദേവു ജോലിക്ക് പോയോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് രേവതി. ഇല്ല, ഞാൻ അവൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഫോണ് ലക്ഷ്മി ദേവുവിന്റെ കയ്യിലേക്ക് കൊടുക്കുവാണ്. ഇന്ന് നിനക്ക് ജോലിക്ക് പോവണ്ടേ? നീ ഇപ്പോ വലിയ ജോലിക്കാരിയൊക്കെ ആയല്ലോ, എന്റെ അടുത്ത് വീട്ടിൽ പണം കൊടുക്കണ്ട എന്നുള്ള കാര്യം പറഞ്ഞല്ലേ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോഴേ സച്ചി അത് കേട്ടിട്ട് ഓ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കണേ. അതേ സച്ചിയേട്ടാ, ഇനി എന്റെ അടുത്ത് പണം കൊടുക്കണ്ട എന്നും അവള് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഓ അത്രയ്ക്ക് വലിയ ആളായോ എന്നൊക്കെ സച്ചി അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ദേവു എന്ന് കരുതിയിട്ട് എല്ലാ ചെലവും നീ തന്നെ നോക്കണമെന്നില്ല കേട്ടോ, നിനക്ക് എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും നീ എന്റെ അടുത്ത് ചോദിക്കണം എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. പക്ഷെ അത് കേട്ട് ദേവുവിന്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ശ്രുതിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓൾറെഡി ദേവു അന്വേഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ പേരിൽ അവിടെ പ്രശ്നമാവുകയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷെ കാല് പിടിച്ചിട്ട് ദേവു അവിടെ നിൽക്കുവാണ്. അങ്ങനെ HR മാനേജർ ആണെന്നുണ്ടെങ്കിൽ ഈ മാസം അവൾക്ക് പകുതി സാലറിയെ കൊടുക്കുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് രേവതിയുടെ അടുത്ത് പറയുന്നില്ല കേട്ടോ. ചേച്ചി, ഞാൻ ചേച്ചിയുടെ അടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു. എന്റെ ഹോസ്പിറ്റലിലെ പ്രീ കൺസെപ്ഷൻ കൗൺസിലിങ്ങിന് ഒരു ഓഫർ വന്നിട്ടുണ്ട്. അത് കേട്ടിട്ട് എന്താ കാര്യം മനസ്സിലാവാതെ രേവതി ചോദിക്കുമ്പോൾ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തുമല്ലോ, അതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് നീ എന്തിനാ എന്റെ അടുത്ത് പറയുന്നത്? അല്ല ചേച്ചി, അതിനെ പകുതി പണം അടച്ചാൽ മതി, അതിന് ഒരു 50% ഓഫ് പോലെ എന്തോ അങ്ങനെ കൊടുത്തിരിക്കാന്ന് പറയാണ്. അത് നീ ഇപ്പൊ എന്തിനാ എന്റെ അടുത്ത് പറയുന്നത്? അല്ല ചേച്ചി, അവിടെ നിങ്ങളുടെ 3 മരുമക്കളുണ്ടല്ലോ, വന്നിട്ട് ടെസ്റ്റ് ചെയ്തോളൂ. ശ്രുതി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കല്ലോ. അത് കേട്ടുടനെ രേവതി പറയുന്നുണ്ട്, ഞാൻ അന്നേ നിന്റെ അടുത്ത് പറഞ്ഞതാണല്ലോ ശ്രുതിയുടെ കാര്യത്തിൽ ഇനി നമ്മൾ ഇടപെടരുത് എന്ന്. ചേച്ചി, നിങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നീ എന്തായാലും അതിനെ കുറിച്ചിട്ട് ഇനി സംസാരിക്കേ വേണ്ട. ആർക്കൊക്കെയാണോ എപ്പോഴാണോ പ്രഗ്നന്റ് ആവാൻ വേണ്ടിയിട്ട് ദൈവം വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ കുഞ്ഞുണ്ടായിക്കോളൂ. അല്ലാതെ നീ പ്രഗ്നന്റ് ടെസ്റ്റ് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒന്നിനെ കുറിച്ച് സംസാരിക്കണ്ട എന്ന് രേവതി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ചേച്ചി ടെൻഷൻ ആവണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഫോണ് കൊടുക്കുവാണ്. ഫോണ് മേടിച്ചിട്ട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്ത് ടെസ്റ്റൊക്കെയാന്ന്? അതൊക്കെ അമ്മ വിട്ടേക്ക്. അല്ല, ശരത്ത് പോയോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അവൻ ഇന്നലെ വൈകിട്ട് പോയതാണ്, തിരിച്ച് വീട്ടിൽ വന്നില്ല. അതെന്താ അമ്മ ഇത്ര നേരമായിട്ടും വരാത്തത്? അവനെന്താ കുട്ടികളുമായിട്ട് ചേർന്നിട്ട് എന്തോ ഒരു കാര്യത്തിന് പോയതാണ്. എന്താടി അതിന് പറയാന്ന് ദേവിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഗ്രൂപ്പ് സ്റ്റഡീസിന് പോയതാന്ന് പറയാണ്. പരീക്ഷ വരാൻ വേണ്ടി പോവാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ചേർന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടുന്നുള്ള കാര്യം പറഞ്ഞത്. എന്തായാലും അമ്മേ, നല്ല കാര്യമല്ലേ, ഇപ്പോഴെങ്കിലും അവന് ബുദ്ധി വന്നല്ലോ. അത് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. എന്തായാലും അവൻ പഠിച്ചിട്ട് നല്ല മാർക്കോട് കൂടി പാസ്സായിട്ട് നല്ല ജോലിക്കൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബം മുന്നോട്ട് പോകാൻ അത് മതിയല്ലോ. ശരി അമ്മേ, ഞാൻ വെക്കുകയാണ്, വന്നിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ചിട്ട് ആ ഫോൺ കൊണ്ടുപോയി സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ല രേവതി, നീ ആർക്ക് ബുദ്ധി വരുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്? അവനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരുമല്ലോ, എങ്കിലും പറയാം, ഞാൻ ശരത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അവനെന്തായാലും കുറച്ച് ഉത്തരവാദിത്തം വന്നിട്ടുണ്ട്. അത് കേട്ട ഉടനെ തന്നെ ആർക്ക് അവനൊന്ന് ചോദിക്കുകയാണെ സച്ചി. അതെ, അവൻ ഫ്രണ്ട്സുമായി ചേർന്നിട്ട് ഗ്രൂപ്പ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഗ്രൂപ്പ് സ്റ്റഡിയാണോ ഗ്രൂപ്പ് കൊടിയാണോ എന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് കുറച്ച് അടക്ക ശബ്ദത്തോട് കൂടിയിട്ട് സച്ചി പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഒന്നുമില്ല, ഗ്രൂപ്പ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നിന്റെ അനിയൻ എന്തൊക്കെ എടുത്തിട്ടാ പോയിരിക്കുന്നത്? ബുക്കും പേനയും സാധനങ്ങളൊക്കെ. അതെ അതെ, നിന്റെ അനിയൻ എന്തായാലും അത് തന്നെയായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ സച്ചിയേട്ടൻ എപ്പോഴും അവന്റെ പേര് സംശയം തന്നെയല്ലേ? അവനിപ്പോ നല്ല രീതിയിൽ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ മതി, എന്തായാലും നീ നിർത്തിക്കോ, ഞാൻ എന്തായാലും ചോദിക്കുന്നില്ല. അവൻ നന്നായിട്ട് വളരട്ടെ, നല്ല രീതിയിൽ പോട്ടെ, നല്ലതാവട്ടെ എന്നൊക്കെ പറയാണ്. എന്തായാലും ഗ്രൂപ്പായിട്ട് അവൻ നന്നായിട്ട് പഠിക്കട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല, എനിക്ക് ജോലിയുണ്ട് പോവാ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവാണേ. സച്ചി കണ്ടതാണല്ലോ ഇന്നലെ കുപ്പിയും പിടിച്ച് രാത്രിയില് സച്ചി കണ്ടതാണല്ലോ വണ്ടിയിൽ കുറെ ബീറിന്റെ കുപ്പിയായിട്ട് നമ്മുടെ ശരത്ത് പോകുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് രേവതിയുടെ അടുത്ത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് സച്ചിയാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മട്ടില് തന്നെ അതൊന്നും ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ മീരയും അതുപോലെ ശ്രുതിയും കൂടി ചേർന്നിട്ട് ആദിക്കും വിമലയ്ക്കും വേണ്ടിയിട്ട് വീട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ വീട് കണ്ടോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓ നിങ്ങളാണോ വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഇവിടെ താമസിക്കാൻ വേണ്ടി പോകുന്നത്? ഞാനും എന്റെ അമ്മയും മറ്റേ മോനും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതാ ഇവളും വരും എന്നുള്ള കാര്യം പറയുന്നുണ്ട് ശ്രുതി. അപ്പോ നിങ്ങളുടെ ഹസ്ബൻഡ് ഒന്ന് ചോദിക്കുമ്പോഴേക്കും ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് മീര പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അദ്ദേഹം ദുബായിലാണെന്ന് പറയാണ് കേട്ടോ. ശ്രുതി, നിങ്ങൾ പറയുന്ന അത്ര അങ്ങ് മനസ്സിലാവുന്നില്ലല്ലോ. അല്ല, എന്റെ ഹസ്ബൻഡിന് ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ വരും, അതിനെ കുറിച്ചിട്ടാണ് അവള് പറഞ്ഞത്. നിങ്ങളും നിങ്ങളുടെ അമ്മയും മകനും, പക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ കൂടെയില്ല, അതങ്ങനെ സെറ്റായിട്ട് വരില്ലല്ലോ. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് മീര ചോദിക്കുമ്പോ വേറൊന്നുമില്ല, ഇതിനു മുമ്പ് ഇവിടെ താമസിച്ച ആള് ഭർത്താവുമായിട്ട് അടിയുണ്ടാക്കിയിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ വന്ന സമയത്ത് പറഞ്ഞത് അവരുടെ ഭർത്താവ് ഗൾഫിലാണ് എന്നാണ്. പിന്നീട് അവയാളാണെന്നുണ്ടെങ്കിൽ
ഇവിടെ വന്നിട്ട് ഫുള്ള് പ്രശ്നം ഉണ്ടാക്കി. പിന്നീട് അത് പോലീസ് കേസൊക്കെ ആയി. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോന്ന് മീര ചോദിക്കുകയാണെ. അങ്ങനെ കണ്ടിട്ട് ആളെ കുറിച്ചിട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സർ. ഞങ്ങൾ അങ്ങനെ പ്രശ്നക്കാരൊന്നുമില്ല. എന്റെ ഹസ്ബൻഡ് 2 months കൂടുന്ന സമയത്ത് മാത്രമേ വരുവുള്ളൂ. അവര് അവിടെ ഒരു ഷോറൂം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മകനുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ സർ, 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇവിടെ അടുത്തുള്ള സ്കൂളിൽ ചേർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അതുകൊണ്ടാണ് ഇവിടേക്ക് വാടക നോക്കിയിട്ട് വന്നത്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നിങ്ങളെ കണ്ടിട്ടും കുറച്ച് പഠിച്ച ആളെ പോലെയാണ് തോന്നുന്നത്. പിന്നെ ഈ കള്ളം പറയാ, മറ്റുള്ളവരെ പറ്റിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കേട്ട ഉടനെ തന്നെ മീര പറയുന്നുണ്ട്, സർ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഇവൾക്ക് അങ്ങനത്തെ പരിപാടിയെ ഇഷ്ടമല്ല. അങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങൾ എന്തായാലും ഉള്ളിൽ പോയി നോക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ഓണർക്ക് ഒരു കോൾ വരുമ്പോൾ അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, ഒരു വാടക വീട് എടുക്കുന്നതിനാണോ ഇത്രയും ചോദ്യം ചോദിക്കുന്നത്? ഒരിക്കലും എന്റെ അമ്മായിമ്മ പോലും ഇത്രയും ചോദ്യം ചോദിക്കില്ല. എന്ത് ചെയ്യാനടി? അയാള് കാര്യം ആലോചിക്കുമ്പോഴും പാവം തോന്നുന്നുണ്ടല്ലോ. അതെന്താണ്? അല്ല വേറൊന്നുമല്ല, നീ ഈ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അയാളുടെ തലയിൽ മുളക് അരച്ചല്ലോ. പിന്നെ ഈ വീട് കിട്ടണ്ടേ? നീ കള്ളം പറയുന്നതിന് ഇപ്പൊ ഒരു കണക്കില്ലാതായിട്ട് വരികയാണ്. എനിക്കെന്തായാലും ഇതൊന്ന് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ഒരു കാര്യം ചെയ്തേക്ക്, ഒരു ബുക്ക് മേടിച്ച് അതിനകത്തൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്ക്. നീ ഒന്ന് ചുമ്മാതിരിക്കടോ എന്നുള്ള കാര്യം മീരയുടെ അടുത്ത് പറയുന്ന സമയത്ത്, എന്താടി ഒരു നോട്ട്ബുക്ക് പോരെ, നമുക്കൊരു ഹാർഡ് ഡിസ്ക് മേടിച്ചാലോ? നീ ഒന്ന് ചുമ്മാതി. അയാള് ഇങ്ങോട്ട് കയറി വരുന്നുണ്ടെന്ന് ശ്രുതി പറയുമ്പോഴേക്കും അദ്ദേഹം ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. വീടൊക്കെ കണ്ടോ, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നല്ലതാണെന്ന് പറയുന്നുണ്ട്. വെള്ളത്തിന്റെ കാര്യം മീന അന്വേഷിക്കുന്നുണ്ട്. ചൂട് കാലത്തും ഇവിടെ നല്ല വെള്ളം തന്നെ കിട്ടും. സർ വാടക എത്രയാന്ന് ചോദിക്കുമ്പോൾ 20,000 എന്ന് പറയാണ്. 20,000 ഒന്ന് ഭയങ്കര റേറ്റ് ആണല്ലോ. അതെ, അത് കുറയ്ക്കാനൊന്നും പറ്റില്ല. കാരണം ഇത് സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 40,000 വരെ കിട്ടുമായിരുന്നു. ഇവിടെ അടുത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പറ്റുമെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഒട്ടും പറ്റില്ല എന്നാണ് കേട്ടോ അദ്ദേഹം പറയുന്നത്. വാടക 20,000 അതുപോലെ അഡ്വാൻസ് 1,00,000 കേട്ടോ പറയുന്നത്. അഡ്വാൻസെങ്കിലും ഇച്ചിരി കുറച്ചുകൂടെ എന്ന് മീര ചോദിക്കുന്നുണ്ട്. 20,000 ഞാൻ 2 ലക്ഷം മേടിക്കേണ്ടതാണ്, പക്ഷെ 1 ലക്ഷം അല്ലേ മേടിക്കുന്നുള്ളൂ. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ ശ്രുതി പറയുന്നുണ്ട് ഓക്കെ ആണെന്ന്. എപ്പൊ നിങ്ങൾ അഡ്വാൻസ് കൊണ്ട് തരുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ 2 ദിവസം എന്ന് പറയാണേ. അയ്യോ ഓൾറെഡി 3-4 ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട്, അവരാരെങ്കിലും വന്നാലെന്ന് പറയുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ ടോക്കൺ അഡ്വാൻസ് ആയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുവാണ്. 2 ദിവസം കൊണ്ട് തന്നെ എന്തായാലും വന്നിട്ട് അഡ്വാൻസ് തരണം, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കും. ഉറപ്പായിട്ട് സാർ ഞങ്ങൾ വരാ എന്ന് പറഞ്ഞിട്ട് മീരയും കൂട്ടിയിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുവാണ്. പുറത്തിറങ്ങിയിട്ട് മീര ചോദിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യും, നിന്റെ കയ്യിൽ പണം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ കയ്യിലില്ല, പക്ഷെ എങ്ങനെയായാലും അറേഞ്ച് ചെയ്താലേ പറ്റുള്ളൂ. സുധിയുടെ അടുത്ത് ചോദിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. പക്ഷെ സുധിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പേടിച്ച് ഭയന്നുകൊണ്ട് നടക്കുവാണ്. ആ നവീനാണെന്നുണ്ടെങ്കിൽ ജയിലിൽ ഇരുന്നിട്ട് ഓരോ ലെറ്റർ കൊടുത്ത് വിടുകയാണ്. അവനിപ്പോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം കാട്ടിക്കൂട്ടാൻ വേണ്ടി പോകുന്നെന്നുള്ള കാര്യം അറിയില്ല. ശരി, എപ്പോഴാണ് അമ്മയും അതുപോലെ തന്നെ ആദ്യം കൂട്ടിക്കൊണ്ടുവരുന്നത്? അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉടനെ അവരെ ഇങ്ങോട്ട് മാറ്റണം, അല്ലെങ്കിൽ സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് ആദ്യം ദത്തെടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവിടെ പോയി നിൽക്കും. എങ്ങനെയാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ നീ തലയിലേറ്റി നടക്കുന്നത്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ശാന്തായി പോയേനെ. എന്ത് ചെയ്യാനാടി? എന്തായാലും ഇഷ്ടപ്പെട്ട ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് തലയിൽ വെച്ചല്ലേ പറ്റുള്ളൂ. എന്തായാലും നീ വണ്ടി എടുക്കുക, നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും അതുപോലെ മീരയും കൂടി അവിടുന്ന് പോവാണ്.